ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ടിഷ്ന. അപ്പോൾ എല്ലാവരും കണ്ടതുപോലെ ലൈൻസ് ആൻഡ് ആംഗിൾസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെയധികം നമുക്ക് ആവശ്യമുള്ള ടോപ്പിക് തന്നെയാണ് ലീനിയർ പെയർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത്രയധികം ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് എന്തുണ്ട്, ഈ കോൺസെപ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആംഗിൾസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരുപാട് ആംഗിൾസ് ഉണ്ട്. അക്യൂട്ട് ആയിക്കോട്ടെ, ഒബ്റ്റ്യൂസ് ആയിക്കോട്ടെ, കോംപ്ലിമെൻ്ററി ആയിക്കോട്ടെ, സപ്ലിമെൻ്ററി ആംഗിൾസ് ആയിക്കോട്ടെ, മക്കൾക്ക് എല്ലാം അറിയാം. അപ്പോൾ ഇതിലേക്ക് വരുമ്പം ഈ ഒരു ചാപ്റ്ററിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുപോലെ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റാണ് ഈ പറയുന്ന ലീനിയർ പെയർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും പഠിച്ചു കാണും ലീനിയർ പെയർ ആക്സിയം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റിയ, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ടോപ്പിക് തന്നെയാണിത്. പക്ഷേ അത്രയധികം ഇമ്പോർട്ടൻസ് ഇതിനുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ലീനിയർ പെയറിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്ന് പറയുമ്പം ഓഫ് കോഴ്സ് എ പെയർ ഓഫ് ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് ആംഗിൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് എൻ്റെ കയ്യിൽ നോക്കിക്കാൻ മക്കൾ എല്ലാവരും ബി ഡി എന്ന് പറയുന്ന റേ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ. ബി ഡി എന്ന് പറയുന്ന ഈ കാണുന്ന റേ എൻ്റെ കയ്യിലുണ്ട്. ഈ റേ എന്ത് ചെയ്യാണ്, മറ്റൊരു ലൈനിലേക്ക് എ ബി സി എന്ന് പറയുന്ന മറ്റൊരു ലൈനിലേക്ക് വന്ന് എന്ത് ചെയ്യാണ്, ഇന്റർസെക്ട് ചെയ്യുവാണ്. അപ്പൊ കാര്യം പറയുവാണെങ്കിൽ രണ്ട് ലൈൻ എന്ത് ചെയ്യുന്നു, ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുകയാണ് മക്കളെ, രണ്ട് ആംഗിൾസ് ഫോം ചെയ്യുവാണ്. ദാറ്റ് ഈസ് ആംഗിൾ എ ബി ഡി എന്ന് പറയുന്ന ഇയാളും ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ ആംഗിൾ ഡി ബി സിയും ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആംഗിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ആംഗിൾ പ്രത്യേകത ഉണ്ട്. ഈ ആംഗിൾസിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ അഡ്ജസന്റ് ആംഗിൾസ്. എന്തുകൊണ്ട് അഡ്ജസന്റ് ആംഗിൾ എന്ന് പറയാൻ കാരണം, അഡ്ജസന്റ് ആണെന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, അതായത് രണ്ടിനും ഒരു കോമൺ ആയിട്ടുള്ള ഒരു റേ ഉള്ളത് കൊണ്ട്, രണ്ട് ആംഗിളിനും കോമൺ ആയിട്ടൊരു റേ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടൊരു ആം ഉള്ളത് കൊണ്ട്. ഓർമ്മയുണ്ടോ? ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാൾക്കാർ കോമൺലി ഷെയർ ചെയ്യുന്ന ഒരു റേനെ വിളിക്കുന്ന പേരാണ് മക്കളെ ആം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ആംഗിൾ എ ബി ഡിയും ഉണ്ട്, അതേപോലെ ആംഗിൾ ഡി ബി സിയും ഉണ്ട്. അപ്പൊ ഈ രണ്ട് ആംഗിളിന്റെയും സം ആണ് മക്കളെ ഇവിടെ കാണുന്ന മൊത്തം എന്ന് പറയുന്നത്. ആ മൊത്തം ആംഗിൾ എന്ന് പറഞ്ഞ എത്രയായിരിക്കും, ഈ രണ്ട് ആംഗിളിന്റെയും സം ആയിരിക്കും. സോ അതിലേക്കൊന്നും വരുന്നില്ല, ഇത്ര മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. ഇപ്പൊ ഇതുപോലെ ഫോം ചെയ്യുവാണെങ്കിൽ, രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലൈനിന്റെ മേലെ രണ്ട് ആംഗിൾസ് ഫോം ചെയ്യുവാണെങ്കിൽ നമുക്കതിനെ വിളിക്കാം ദേ ആർ ഇൻ ലീനിയർ പെയർ. സോ ദ സം ഓഫ് ആംഗിൾസ് വിൽ ബി 180 ഡിഗ്രി. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല, നോക്കിക്കേ, രണ്ടും അഡ്ജസന്റ് ആംഗിൾസ് എന്ന് എനിക്കറിയാം. അഡ്ജസന്റ് ആയിട്ടുള്ള ആംഗിൾസ് ആണ്. ഒരു കോമൺ ആയിട്ടൊരു ആം ഉണ്ട്. രണ്ടാളും കൂടെ ഷെയർ ചെയ്യുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള വേർട്ടെക്സ് ആണ്. അപ്പൊ അഡ്ജസന്റ് ആംഗിൾ എന്ന് എനിക്കറിയാം. പക്ഷേ ഇതിന്റെ കൂടെ തന്നെ ഈ രണ്ട് ആംഗിളിന്റെയും സം എന്ന് പറയുന്നത് 180 ആയതുകൊണ്ട് നമുക്കിതിനെ വിളിക്കാം ദേ ആർ ലീനിയർ പെയർ ഓഫ് ആംഗിൾസ്. വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ് അല്ലേ. ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ആംഗിൾ എ ബി ഡിയും ആംഗിൾ ഡി ബി സിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക, 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. ഓക്കെ, ലീനിയർ പെയറിലാ ഉള്ളതെങ്കിൽ ആ രണ്ട് ആംഗിളിന്റെ ഈ സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പോകുന്നു കുറച്ച് സെന്റൻസിലേക്ക്. A linear pair of angles is a pair of adjacent angles formed when two lines intersect each other. അതായത് ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് ഒരു പെയർ ഓഫ് അഡ്ജസന്റ് ആംഗിൾസ് തന്നെയാണ്. മിസ് പറഞ്ഞു, അഡ്ജസന്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല, ഒരു കോമൺ വേർട്ടെക്സ് ഷെയർ ചെയ്യുന്ന, കോമൺ ആം ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ കോമൺ റേ ഷെയർ ചെയ്യുന്ന രണ്ട് ആംഗിൾസ് ആണ് മക്കളെ എന്ത്, അഡ്ജസന്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ആംഗിൾസ് തന്നെയാണ് മക്കളെ എന്ത്, ലീനിയർ പെയർ ഓഫ് ആംഗിൾസ്. അവരെപ്പോഴാ ഫോം ചെയ്യുക, വെൻ ടു ലൈൻസ് ഇന്റർസെക്ട് ഈച്ച് അതർ. രണ്ട് ലൈൻസ് പരസ്പരം ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് അവരെന്ത് ചെയ്യുക, ഫോം ചെയ്യാന്ന് കൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. സോ സെക്കൻഡ് സെൻസിലേക്ക് വരുവാണെങ്കിൽ, ദ ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് ആർ ഓൾവേസ് സപ്ലിമെന്ററി. സപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ എന്താ മീനിങ്, സപ്ലി അടിച്ചതാണോ മീനിങ്? അല്ല അല്ലേ. രണ്ട് ആംഗിൾസ് സപ്ലിമെന്ററി എന്ന് പറയുമ്പം ആ രണ്ട് ആംഗിൾസിന്റെയും സം എന്തായിരിക്കും, 180 ആണെന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എൻ്റെ കയ്യിൽ രണ്ട് ആംഗിൾസ് ഉണ്ട്. ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 150 ഡിഗ്രി ആണ്, ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണെങ്കിൽ 150 + 30 എത്രയാ വരിക, 180 അല്ലേ. അപ്പൊ എനിക്ക് പറയാം അത് സപ്ലിമെന്ററി ആംഗിൾ ആണ്. ഇപ്പൊ രണ്ട് ആംഗിൾസിന്റെ സം 180 വരുവാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അത് സപ്ലിമെന്ററി എന്ന് പറയാൻ വേണ്ടി പറ്റും.
Okay, so we can say that the sum of two angles in a linear pair is always 180 degree. ഒരു linear pairലുള്ള രണ്ട് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ കണ്ടു കഴിഞ്ഞു, സം ഓഫ് ടു ആംഗിൾസ് ഇൻ എ linear pair is always 180 ഡിഗ്രി. അവർ സപ്ലിമെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അഡ്ജസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല. സപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ രണ്ട് ആംഗിളിന്റെ സം 180, അഡ്ജസന്റ് എന്ന് പറയുമ്പോൾ അടുത്തടുത്ത രണ്ട് ആംഗിൾസ് ആ രീതിക്ക് മക്കൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ആലോചിച്ച് വിട്ടാൽ മതി. സോ ഇത്ര മാത്രമേ എന്തുള്ളൂ ലീനിയർ പെയറിനെ കുറിച്ച് പറയാനുള്ളൂ. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ലീനിയർ പെയർ ആക്സിയം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാ ടെക്സ്റ്റ് ബുക്ക് തുറക്കുന്ന സമയത്ത് രണ്ട് സെന്റൻസ് കാണാൻ വേണ്ടി പറ്റും. ഓൾറെഡി നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്. ഇഫ് എ റേ സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ then the sum of two adjacent angles so formed is 180 degree. പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, തൊട്ട് മുന്നേ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ the sum of two adjacent angle is 180. രണ്ട് അഡ്ജസന്റ് ആംഗിളിന്റെ സം 180 ആണെങ്കിൽ then the non common arms forms a line. അതായത് മക്കളെ ശ്രദ്ധിക്കുക, മിസ് പറഞ്ഞില്ലേടാ അഡ്ജസന്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരിക, ഇങ്ങനെ വരുന്ന രണ്ട് ആംഗിൾസ് ആണ് എന്ത് അഡ്ജസന്റ് ആംഗിൾസ്. അപ്പൊ ഇവിടെ ഈ ഒരു ആം എന്നല്ല വിളിക്കുക, അല്ലെ നമ്മൾ ആം എന്നല്ലേ വിളിക്കുക, അല്ലെ ഇതിനെന്താ വിളിക്കുക, ആം എന്നാ വിളിക്കുക. അപ്പൊ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ആം ഉണ്ട്. ഓക്കെ, ഇത് കോമൺ ആണ്, രണ്ട് ആംഗിൾസിനും കോമൺ ആയിട്ടുള്ള ആം ആണ് മിസ് ഇവിടെ കാണിച്ചിരിക്കുന്ന ആം. പക്ഷേ ഇത് രണ്ടുമല്ല, എന്തല്ല, നോൺ കോമൺ ആയിട്ടുള്ള ആംസ് ആണ്. കോമൺ അല്ലാത്ത ആംസിനെ വിളിക്കുന്ന പേരാണ് നോൺ കോമൺ ആംസ്. അപ്പോൾ നമ്മൾ ലീനിയർ പെയറിന്റെ കേസിൽ ഈ രണ്ട് ആംഗിൾസ് 180 ഡിഗ്രി ആണ്. സമ്മ് രണ്ട് ആംഗിൾസിന്റെയും സമ്മ് 180 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇവർ രണ്ടും അഡ്ജസന്റ് ആംഗിൾസും ആണ് എന്നുണ്ടെങ്കിൽ അവരെന്തായാലും അവരുടെ നോൺ കോമൺ ആയിട്ടുള്ള ആംസ് എപ്പോഴും ഫോം ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു ലൈൻ തന്നെയായിരിക്കും. ഓക്കെ, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവരെന്ത് ചെയ്യാണ്, സെന്റൻസ് വീണ്ടും മാറ്റി മാറ്റി എഴുതിയിരിക്കുകയാണ്. അതാണ് മക്കളെ എന്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന ലീനിയർ പെയർ ആക്സിയമിൽ പറയുന്ന കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്ര മാത്രമാണ് നമുക്ക് എന്ത് ഉള്ളത്, കോൺസെപ്റ്റ് പഠിക്കാനുള്ളത്. പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് കൺഫ്യൂസ് ആവാറുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിരിക്കും, എല്ലാം അറിയാമായിരിക്കും. പക്ഷെ പ്രോബ്ലം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാറില്ല, ചെയ്യാൻ വേണ്ടി പറ്റാറില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് മുന്നേ തന്നെ മക്കൾ ഒരുപാട് പേര് ഫിഗർ കണ്ടു അല്ലേ. ഇപ്പോൾ ഒരു ഫിഗറിൽ ഒരുപാട് ആംഗിൾസ് ഉണ്ട്. ഫിഗർ 1 is here, ഫിഗർ 2 ഉണ്ട്, ഫിഗർ 3 ഉണ്ട്, ഫിഗർ 4 ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആലോചിക്കുക, 60 ഡിഗ്രി 30 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി 80 ഡിഗ്രി, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിങ്ങൾ പറയേണ്ട കാര്യം ഇത്ര മാത്രമാണ്. ഇതിപ്പോൾ ഒരു ലീനിയർ പെയർ എന്ന് പറയുന്നത് ഇതിൽ ഏതായിരിക്കും, നമ്മൾ കാണിച്ചിരിക്കുന്ന 4 ഫിഗറിൽ ലീനിയർ പെയർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ ഏതാ പറയാ, ഒരു ഡൗട്ടും ഇല്ലാതെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയും, മിസ്സി അത് ഫിഗർ 3 ആണെന്ന് പറയും അല്ലേ. അഡ്ജസന്റ് ആയിട്ടുള്ള ഈ രണ്ട് ആംഗിൾസിന്റെ സമ്മ് 180 ആയിട്ടുള്ള ഒരു ഫിഗർ മാത്രമേ ഉള്ളൂ, അത് തേർഡ് ഫിഗർ ആണ്. ഇവിടെ 125 + 55 മക്കൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 180 കിട്ടും. അവർ ഫോം ചെയ്ത ലൈൻ തന്നെയാണ്, അഡ്ജസന്റ് ആംഗിൾസും ആണ്. എല്ലാം കൊണ്ടും എന്താണ്, അത് ലീനിയർ പെയർ ആണെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സോ നമ്മൾ പോകുന്നത് ഒരു ക്വസ്റ്റ്യനിലേക്കാണ്. നമ്മൾ എപ്പോഴും കുഴപ്പത്തിലാക്കുന്ന ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക, മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റ് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക അല്ലേ. സോ ഇൻ ദ ഫിഗർ ലൈൻസ് AB and CD intersects at O. അതായത് ഇത് AB എന്ന് പറഞ്ഞ ലൈനാണ്, ഇത് CD എന്ന് പറഞ്ഞ ലൈനാണ്. ഈ രണ്ട് ലൈനും എന്ത് ചെയ്യാണ്, ഈ കാണുന്ന O എന്ന് പറയുന്ന പോയിന്റിൽ പോയിട്ട് ഇന്റർസെക്ട് ചെയ്യുവാണ്, കൂട്ടിമുട്ടുവാണ്. രണ്ട് ലൈൻസ് ഇങ്ങനെ എന്ത് ചെയ്യാണ്, കൂട്ടിമുട്ടുവാണ്. എങ്ങനെ ഇന്റർസെക്റ്റിംഗ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താ, രണ്ട് ലൈൻസ് ഒരു പെർട്ടിക്കുലർ പോയിന്റ്സിൽ ഒരു കോമൺ പോയിന്റിൽ വെച്ചിട്ട് കൂട്ടിമുട്ടുവാണ്, ഇന്റർസെക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, ദേ ആർ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് വിളിക്കാം. അതൊക്കെ അറിയുന്ന കാര്യമാണ്. സോ ഇഫ് ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOE is equal to 70 ഡിഗ്രി, അതായത് ഈ പറയുന്ന ആംഗിൾ AOC പറയുമ്പോൾ ഏതാ, ആംഗിൾ AOC, ഈ ആംഗിള്. ആംഗിൾ BOE എന്ന് പറയുമ്പോൾ ഏതാടാ, ഇതാണ് B, ഇത് O, ഇത് E, ആംഗിൾ BOE. ഈ രണ്ട് ആംഗിളിന്റെയും സം എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ അവർ പറയുവാണ് നമ്മളെടുത്ത് ആംഗിൾ BOD is equal to 40 ഡിഗ്രി ആണ്. BOD എന്ന് പറയുമ്പോൾ ഏതാ, ഈ BOD, അതായത് ഈ ആംഗിൾ എത്രയാണ്, 40 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. ഈ രണ്ട് ആംഗിളിന്റെ സം എത്രയാണ്, 70 എന്ന് പറയുന്നുണ്ട്. ആംഗിൾ BOD 40 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഏത് ആംഗിളാണ്, ആംഗിൾ BOE ആണ് ആവശ്യം. അതിന് സമ്മ ഗിവൺ ആണ്. അതിൽ എന്ത് ചെയ്താൽ മതി, ആംഗിൾ BOE എന്ന് പറയുന്നത് എത്ര മാത്രമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. സോ
നിങ്ങൾ എല്ലാവരും സൂക്ഷിച്ച് നോക്കുക. നിങ്ങൾ ആ ഫിഗറിലേക്ക് നോക്കുമ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ മക്കൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന കോൺസെപ്റ്റിൽ എന്തെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ലീനിയർ പെയർ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഏതാ ലീനിയർ പെയർ മക്കളെ? ദാ ഈ കാണുന്ന ഈ ഒരു ലൈനിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇതൊരു ലൈൻ മാത്രമാണോ? അല്ല അല്ലേ. ലൈനിന്റെ മേലെ എന്തുണ്ട്? 2 റേസ് വന്ന് നിൽക്കുവാണ്. ആണോ? അപ്പൊ ഞാൻ ചോദിക്കുവാണ്, ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിന്റെ മേലെ വരുന്ന എല്ലാ ആംഗിളിന്റെയും സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. മക്കൾ സ്ട്രെയിറ്റ് ആംഗിൾ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആദ്യം? ആ മാതിരി ഒരു കോൺസെപ്റ്റ് അല്ലേ. ഇപ്പൊ ലൈനിന്റെ മേലെ വരുന്ന ഈ 3 ആംഗിൾസ് ഇല്ലേടാ? അതായത് ഈ കാണുന്ന ഈ ഒരു ആംഗിള്, ഈ കാണുന്ന ഈ ഒരു ആംഗിള്, ഈ കാണുന്ന ഈ ഒരു ആംഗിള്, ഇവിടെ എല്ലാവരുടെ സമം എന്തായിരിക്കും? എന്തായാലും 180 ആയിരിക്കും. ഇപ്പൊ മിസ് കാണിക്കുവാണെങ്കിൽ എല്ലാം കൂടെ 180 ആണ്. ഈ പറയുന്ന ഈ മൊത്തം ആംഗിൾസ് എത്രയാണ്? 180 ആണ്. ദാറ്റ് ഈസ് ആംഗിൾ AOC എടുത്താലും, ദാറ്റ് ഈസ് ആംഗിൾ AOC പറയുമ്പോൾ ഇതാ AOC ഇത് പ്ലസ് എന്താണ്? ആംഗിൾ COE എടുത്താലും, പിന്നെ എന്താണ്? ആംഗിൾ EOB അല്ലെങ്കിൽ ആംഗിൾ BOE എടുത്താലും എന്താണ്? എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം 180 ആണ്. ബിക്കോസ് ഇത് ലൈന് മാത്രമാണ്. ആ ലൈനിന്റെ മേലുള്ള ആംഗിൾസ് എന്തായാലും എന്തായിരിക്കും? സം എന്ന് പറയുന്നത് 180 ആയിരിക്കും. ആദ്യം പഠിച്ച ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ് അല്ലേ. ചുമ്മാ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിള് 180 ആണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്കറിയാം. ഇതില് നിങ്ങൾ ശ്രദ്ധിക്കുക, ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOE എന്ന് പറയുന്നത് 70 ആണ് ഗിവൺ അല്ലേ. ഇപ്പൊ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ആദ്യം ആംഗിൾ AOC എഴുതി, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ BOE എഴുതാം, പിന്നെ അവസാനം എന്ത് ചെയ്യാം? ആംഗിൾ COE എഴുതാം. എല്ലാം കൂടെ കൂട്ടിയാൽ 180 ആണെന്ന് എനിക്കറിയാം. അപ്പൊ ഇവിടെ ഗിവൺ ആണ് ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOE എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 70 ആണെന്ന് ഗിവൺ ആണ്. ഇതിന് രണ്ടിന്റെ സം എത്രയാണ്? 70 ആണ്. അപ്പൊ അവർക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്തിട്ട് 17 എഴുതാം. ബാക്കി ആര് മാത്രമേ ബാക്കിയുള്ളൂ? ആംഗിൾ COE മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 180 ആണ്. അപ്പൊ ഈ 70 ആണ് എന്ത് ചെയ്യുക? അപ്പുറത്തെ കൊണ്ടുവരാം. ദാറ്റ് ഈസ് ആംഗിൾ COE ഈസ് ഈക്വൽ ടു 180 മൈനസ് 70 കിട്ടി. സോ ദ ആൻസർ ഈസ് 110 ഡിഗ്രി ആണ്. ഓക്കെ, ഇതെന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? എന്താടാ? ആംഗിൾ COE എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ആംഗിൾ മാത്രമാണ് എന്ത്? 110 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ആംഗിൾ 110 ആണെങ്കിൽ മക്കള് പറയണം. ഇനി ഞാൻ പറയില്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും എന്തായിരിക്കും ആംഗിൾ ഈ പറയുന്ന ആംഗിൾ BOE വരിക. നമുക്ക് നോക്കാം അല്ലെ. ഇനിയാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അതായത് ഇവിടെ കാണുന്ന മിസ് പറയുന്ന ഈ ഒരു ആംഗിൾ COEയും ആംഗിൾ BOEയും ആംഗിൾ BODയും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ എടുത്തിരിക്കുന്ന ഏത് ലൈനാ? ഈ കാണിച്ചിരിക്കുന്ന AOB എന്ന് പറഞ്ഞ ലൈൻ അല്ലേ. ഇതേപോലൊരു മറ്റൊരു ലൈനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന CD എന്ന് പറയുന്ന ലൈന് അല്ലെ. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതേ സംഭവം തന്നെ CD എന്ന് പറയുന്ന ആ കാണുന്ന ലൈനിന്റെ മേലെ എന്ത് ചെയ്യാണ്? ഇതേ സംഭവം അപ്ലൈ ചെയ്യുവാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നതാണ്? ഇത് ഈ ലൈനിന്റെ മേലെയാണെങ്കിലും ഇപ്പൊ എത്ര ആംഗിൾസ് ഉണ്ട്? 3 ആംഗിൾസ് ഉണ്ട്. 1 2 3 ആംഗിൾസ് ഉണ്ട്. ആ 3 ആംഗിൾസിന്റെ സമൂഹം എന്തായിരിക്കും? 180 ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതുകൂടെ ആഡ് ചെയ്തിട്ട് 180ക്ക് ഈക്വൽ ആക്കി കാണിക്കാം. സോ ആരൊക്കെ ഉണ്ടായിരിക്കും? ഒന്ന് പറഞ്ഞ്. ഒന്നാമത്തെ ആംഗിൾ എന്ന് പറയുമ്പം ആംഗിൾ COE, ആംഗിൾ COE എടുത്തു. പിന്നെ ആരാളുള്ളത്? ആംഗിൾ BOE, അതും എടുത്തു. പിന്നെ ആരാളുള്ളത്? അവസാനമുള്ളത് ആംഗിൾ BOD ആണ്, അതും എടുത്തു. എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണ്. ഓക്കെ, അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത് ആംഗിൾ COE അറിയോ? ആംഗിൾ BOE അറിയോ? ആംഗിൾ BOD അറിയോ? എനിക്ക് ആംഗിൾ BOD അറിയാം, ഇറ്റ് ഈസ് 40 ആണ്. ആംഗിൾ COE കണ്ടുപിടിച്ചു, ഇറ്റ് ഈസ് 110 ആണ്. സോ എനിക്കിവിടെ അറിയാത്തത് ആര് മാത്രമാണ്? ആംഗിൾ BOE മാത്രമാണ്. അപ്പൊ ഈസി അല്ലേ? ആംഗിൾ BOE മാത്രം ഇവിടെ വെക്കുക. ബാക്കി 2 വരെ എന്ത് ചെയ്യുക? റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. 110 റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്തായിട്ട് വരും? 180 ഓൾറെഡി ഇവിടെ ഉണ്ട്. 110 പോകുമ്പോൾ -110 ആയിട്ട് വരും. 40 പോകുന്ന സമയത്ത് -40 ആയിട്ട് വരും. ദാറ്റ് ഈസ് 180 മൈനസ് എന്ത് വന്നു? 150 എന്ന് വന്നു അല്ലേ. ഓക്കെ, 180 മൈനസ് 150 എന്ന് വന്നു. സോ ദ ആൻസർ ഈസ് 30 ഡിഗ്രി. അതായത് ഇവിടെ കാണുന്ന ആംഗിൾ BOE ആയിരുന്നു നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആണെന്ന് വളരെ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു വെച്ചു. അപ്പൊ ഇത്ര മാത്രമേ എന്തുള്ളൂ? ഈ ക്വസ്റ്റിനുള്ളൂ.
ഒരു ലൈനിന്റെ മേലെ വരുന്ന ആംഗിൾ എപ്പോഴും എന്താണ് 180 ആണെന്ന് മനസ്സിലാക്കുക, ഒരു ലീനിയർ ആണെന്ന് മനസ്സിലാക്കുക. അതിപ്പോൾ 2 ആംഗിൾസ് ആയിക്കോട്ടെ 3 ആംഗിൾസ് ആയിക്കോട്ടെ, അത്ര ആംഗിൾസ് വരുന്ന മക്കളെ അതെന്താണ് സം എന്ന് പറയുന്നത് 180 ആയിരിക്കും. ഇനി അത്രയും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, ഈ ലൈനിന്റെ മേലെ ഉള്ളത് ഒരു റേ മാത്രമായിട്ട് എടുക്കുക. വേണമെങ്കിൽ ഈ റേയുടെ കേസ് എടുക്കണ്ട. അപ്പൊ എന്താണ്, ഈ ആംഗിളും എന്തായിരിക്കും 180 തന്നെയായിരിക്കും. സോ ഇത്ര മാത്രമേ ഉള്ളൂ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ഇത്രയും കോൺസെപ്റ്റ്. നല്ല അടിപൊളി ചാപ്റ്റർ ആണ്, പക്ഷെ ഒരുപാട് കോൺസെപ്റ്റുകൾ വാരി വിതറുന്ന അല്ലെ അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ചാപ്റ്റർ തന്നെയാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇതുപോലെ കൂടുതൽ വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു ഓൾ. ബൈ.